ഫോസിൽ ഇന്ധനങ്ങളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം. ഹൈ ഫ്രണ്ട്സ്, സ്വാഗതം ഈ വീഡിയോയിലേക്ക്. ഇന്ന് നാം ഫോസിൽ ഇന്ധനങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇതിന് ഫോസിൽ എന്ന പേര് കിട്ടിയത്? ഫോസിൽ ഇന്ധനം എന്താണ്? എന്തുകൊണ്ടാണ് ഇത് കരയിൽ അല്ലാതെ പ്രധാനമായും സമുദ്രത്തിൽ രൂപപ്പെടുന്നത്? ഇത് എന്തുകൊണ്ടാണ് തീർന്നുപോകാത്തത്? ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നു? ഇത് രൂപപ്പെടാൻ എത്ര വർഷമെടുക്കും? ഇത് എല്ലാം നമുക്ക് വിശദമായി നോക്കാം. എന്തുകൊണ്ടാണ് ഇത് ഫോസിൽ ഇന്ധനം എന്ന് വിളിക്കുന്നത്? ഫോസിൽ ഇന്ധനം, ഫോസിൽ ഫ്യൂൽ എന്നത് പ്രാചീന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നർത്ഥം വരുന്നതാണ്. മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രാകൃതിക ജീവികൾ, മൈക്രോ ഓർഗാനിസംസ്, പ്ലാങ്ക്ടൺ, ആൽഗി, പഴയ ചെടികൾ മണ്ണിനടിയിൽ അടിഞ്ഞുകൂടി അതിനുമേൽ ചെളി, കല്ല് എന്നിവ ചേർന്ന് ദഹനം സംഭവിച്ച് അതീവ ചൂടിലും അമർപ്പിലും ഇടപെട്ടപ്പോൾ അങ്ങനെ പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ ഇന്ധനങ്ങൾ രൂപപ്പെട്ടു. ഫോസിൽ ഇന്ധനം വാസ്തവത്തിൽ എന്താണ്? ഫോസിൽ ഇന്ധനങ്ങൾ ഹൈഡ്രോകാർബൺ അടങ്ങിയ പ്രകൃതിദത്തമായ ഇന്ധനങ്ങളാണ്. ഇതിൽ പ്രധാന 3 ഇന്ധനങ്ങൾ കോൾ, കൽക്കരി, വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നു. ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, ജെറ്റ് ഇന്ധനം തുടങ്ങി പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. നാച്ചുറൽ ഗ്യാസ് കുക്കിംഗിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് ഫോസിൽ ഇന്ധനം പ്രധാനമായും സമുദ്രത്തിൽ രൂപപ്പെടുന്നത്? ഭൂമിയിലെ സമ്മർദ്ദം, പ്രഷർ മണ്ണിൽ എത്രയൊക്കെ കൂടിയാലും അത് സാധാരണയായി ആവശ്യമായ ചൂടും രാസപ്രക്രിയകളും ഉണ്ടാകാൻ പോരായിരിക്കും. എന്നാൽ സമുദ്രത്തിൽ ഡിപ്പോസിറ്റ് വളരെ വേഗം കൂടുന്നു. കാരണം പുഴകളിലൂടെയും കടൽപ്രവാഹങ്ങളിലൂടെയും അവശിഷ്ടങ്ങൾ കടലിലേക്കാണ് കൂടുതലായി എത്തുന്നത്. സമുദ്രത്തിന്റെ ആഴത്തിലുള്ള അടിയന്തര പാളികളിൽ ഉയർന്ന സമ്മർദ്ദത്തിലും കുറഞ്ഞ ഓക്സിജൻ നിലയിലും ജീവാവശിഷ്ടങ്ങൾ കൃത്യമായി സംരക്ഷിക്കപ്പെടുകയും ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ എണ്ണ, നാച്ചുറൽ ഗ്യാസ് എന്നിവയിലേക്ക് മാറുകയും ചെയ്യുന്നു. കരയിലെ ചെടികൾ അടിഞ്ഞുകൂടിയാൽ അവയിൽ നിന്നു കൽക്കരിയാണ് പ്രധാനമായും രൂപപ്പെടുക. അതിനാൽ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾ സമുദ്രത്തിന് കീഴിലാണ് കൂടുതലായും രൂപപ്പെടുന്നത്. ഫോസിൽ ഇന്ധനം ഡൈനോസറുകളിൽ നിന്ന് ഉണ്ടായതാണോ? ഇല്ല. ഡൈനോസറുകളാണ് പെട്രോളിയം ഉണ്ടാക്കിയതെന്നത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് മിക്കവാറും ചെറിയ മൈക്രോബായ തണ്ണീർത്തട ജീവികളിൽ, പ്ലാങ്ക്ടൺ, ആൽഗി, ബാക്ടീരിയ നിന്നാണ്. ഡൈനോസറുകളുടെ എണ്ണം വളരെ കുറവായിരുന്നതിനാൽ അവയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇത്രയും വലുതായ ഇന്ധനശേഖരം രൂപപ്പെടാൻ കഴിയില്ല. ഫോസിൽ ഇന്ധനം എന്തുകൊണ്ടാണ് തീർന്നുപോകാത്തത്? ഇന്ധനക്ഷാമം വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും പുതിയ എണ്ണക്കിണറുകൾ കണ്ടെത്തുകയും പുതുക്കിയ ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ അളവിൽ എണ്ണയും ഗ്യാസും ശേഖരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഫോസിൽ ഇന്ധനങ്ങൾ പുനരുപയോഗശേഷിയുള്ളതല്ല, നോൺ റിന്യൂവബിൾ. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു ദിവസം ഇത് തീർന്നുപോകും. അതുകൊണ്ടാണ് ഇപ്പോൾ സോളാർ എനർജി, വിൻഡ് എനർജി, ബയോഫ്യുവൽ എന്നിവ പോലെയുള്ള പരിസ്ഥിതി സൗഹൃദ ഉപായങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നു? ഫോസിൽ ഇന്ധനങ്ങൾ വ്യത്യസ്ത ഇന്ധനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകുന്നു. പെട്രോൾ ആൻഡ് ഡീസൽ, വാഹനങ്ങൾക്കും എയ്റോപ്ലെയിൻസിനുമുള്ള ഇന്ധനം. നാഫ്ത, പ്ലാസ്റ്റിക്കുകളും രാസവസ്തുക്കളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. നാച്ചുറൽ ഗ്യാസ് കുക്കിംഗ്, വൈദ്യുതി ഉൽപ്പാദനം മുതലായവ. വെർണിഷ്, വാക്സ്, ലൂബ്രിക്കന്റ് ഓയിലുകൾ, മെഷീനുകൾ, ബ്യൂട്ടി ഉൽപ്പന്നങ്ങൾ, മെഴുകുതിരി മുതലായവ. ടാർ ആൻഡ് അസ്പാൾട്ട്, റോഡുകൾ നിർമ്മിക്കാൻ. പെട്രോകെമിക്കൽസ്, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, കീടനാശിനികൾ, മരുന്നുകൾ, കൃത്രിമ തുണിത്തരങ്ങൾ തുടങ്ങിയവ. ഫോസിൽ ഇന്ധനം രൂപപ്പെടാൻ എത്ര വർഷമെടുക്കും? ഇതിന്റെ രൂപീകരണത്തിന് 50 മില്യൺ മുതൽ 300 മില്യൺ വർഷം വരെ എടുക്കാം. ഒരിക്കൽ ഉപയോഗിച്ചാൽ അതിന് തിരികെ രൂപപ്പെടാൻ മനുഷ്യന്റെ ആയുസ്സിനേക്കാൾ വളരെ കൂടുതൽ കാലം വേണ്ടിവരും. അതിനാൽ ഇതിന്റെ ഉപയോഗം ചുരുക്കേണ്ടത്, പുനരുപയോഗമുള്ള റിന്യൂവബിൾ ജല, കാറ്റ്, സൂര്യോർജ്ജം എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ നമ്മുടെയും ഭൂമിയുടെയും ഭാവിയെ ബാധിക്കുന്ന വലിയൊരു ഘടകമാണ്. അതിന്റെ ഉപയോഗം പരിമിതപ്പെടുത്താൻ സുസ്ഥിരമായ, സസ്റ്റൈനബിൾ, പരിസ്ഥിതി സൗഹൃദ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്.